നീ ദേവലോക റാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ. ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം, ഏഴു സുഖങ്ങളിൽ ഒരു രാഗം, ഏഴു ദിനങ്ങളിൽ ഒരു വാരം, ഏഴു നിറങ്ങളിൽ മഴവില്ല്. ദേവി ശ്രീദേവി നീ ദേവലോക റാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ. ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം, ഏഴു സുഖങ്ങളിൽ ഒരു രാഗം, ഏഴു ദിനങ്ങളിൽ ഒരു വാരം, ഏഴു നിറങ്ങളിൽ മഴവില്ല്. ഈ അച്ഛനമ്മമാരുടെ മണി ദേവാലയത്തിൽ ഇന്ന് കേരളത്തിൽ അറിയുന്ന ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകൻ. കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് മറ്റുള്ളവർക്ക് സഹായിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ഇടയ്ക്ക് സന്തോഷ് പണ്ഡിറ്റ് എന്ന സംവിധായകൻ, ഗാനരചയിതാവ്, ക്യാമറമാൻ, അഭിനേതാവ് എന്ന തരത്തിലേക്കുള്ള ആ വലിയ കലാകാരൻ ഇന്ന് ആറ്റിങ്ങൽ വക്കം നമ്മുടെ മണിദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ അച്ഛനമ്മമാരുടെ പേരിലും മണിദേവാലയത്തിന്റെ പേരിലും അറിയിച്ചുകൊണ്ട് ഈ മണിച്ചേട്ടന്റെ ഈ സംരംഭത്തിൽ വന്നതിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. തീർച്ചയായിട്ടും എന്ത് സ്ഥാപനം ഇത്രയും അല്ലേ, ഇത്രയും 30ഓളം ആളുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായ ഒരു കാര്യമാണ്. അത് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായി ഏത് സ്ഥാപനത്തിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് സ്റ്റാഫുകൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്. തട്ടുകടയാണെങ്കിലും നിങ്ങൾ ഒരാളും കൂടെ ചേർന്ന് നടത്തുന്നതാണെങ്കിലും ആ കൂടെയുള്ള ആൾ കട്ടയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനാവും. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നപ്പോഴേ ഞാൻ ആലോചിച്ചൊരു കാര്യം, കൊറോണ പീരീഡിലൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് പല സ്ഥാപനങ്ങളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ മാത്രം നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളത്. കാരണം മറ്റുള്ള ഒരു സ്ഥാപനം ആളുകളെ കൊണ്ടു നടക്കുന്ന പോലെയല്ല ഒരു ഇതുപോലുള്ള സ്ഥാപനം കൊണ്ടു നടക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ മറ്റേ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അല്ല വേറെ ഏതെങ്കിലും കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന സംരംഭമാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടുന്നില്ല. അപ്പോൾ പല സർക്കാർ തലത്തിൽ തന്നെയുള്ള ചില നിയമങ്ങൾ അല്ല ഒബ്വിയസ്ലി അവർക്ക് വേണ്ടി പറയുന്ന നിയമമാണ്. അത് നമ്മളെ കേസിൽ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഒരുപാട് പേരുടെ ഇതുകൂടി ഉള്ളത് കൊണ്ടാവാം അല്ലേ, ഉള്ളവരൊക്കെ ചെറിയ രീതിയിൽ സഹായിക്കുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും അല്ലാതെ ഇത്രയും വലിയൊരു സ്ഥാപനം നമുക്ക് ചെയ്യാം. അപ്പം എന്തായാലും വളരെ ഭംഗിയായി നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. നന്ദി.